സൃഷ്ടിച്ചുവെന്നും ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏകശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ജോബിൽ, ബിൻസി, അവർക്ക് ജന്മം നൽകിയ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്നത്തെ ഈ വിവാഹ ശുശ്രൂഷയിൽ നമ്മെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായി സൈറസ് വാണരുളുന്ന കാലം അർമേനിയയുടെ രാജാവായിരുന്ന ത്രിഗാനോസിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും രാജാവ് തടവിലാക്കി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ത്രിഗാനോസിൻ്റെ ഭാര്യയെ മോചിപ്പിക്കാൻ രാജാവ് തീരുമാനിച്ചു. രാജാവ് ഈ വിവരം ത്രിഗാനോസിനെ അറിയിച്ചു. ഞാൻ താങ്കളുടെ ഭാര്യയെ മോചിപ്പിക്കാം, എന്നാൽ അതിന് തക്കതായ പ്രതിഫലം നൽകണം. ഇതായിരുന്നു രാജാവിൻ്റെ ആവശ്യം. ത്രിഗാനോസ് രാജാവ് മറുപടിയായിട്ട് പറഞ്ഞു, എനിക്കെൻ്റെ രാജ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ രാജ്യം നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ രാജ്യം നൽകി ഞാൻ എൻ്റെ ഭാര്യയെ മോചിപ്പിക്കാൻ തയ്യാറാകുമായിരുന്നു. രാജ്യം നഷ്ടപ്പെട്ട ഈ അവസ്ഥയിൽ എൻ്റെ ജീവൻ നൽകി ഞാൻ എൻ്റെ ഭാര്യയെ മോചിപ്പിക്കാൻ തയ്യാറാണ് എന്ന് ത്രിഗാനോസ് സൈറസ് രാജാവിനോട് മറുപടിയായിട്ട് പറഞ്ഞു. സ്വന്തം ജീവൻ പോലും നൽകി തൻ്റെ ഭാര്യയെ മോചിപ്പിക്കാൻ തയ്യാറായ ത്രിഗാനോസിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും രാജാവ് വെറുതെ വിട്ടു എന്നാണ് കഥ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ജോബിളും ബിൻസിയും പരസ്പരം ജീവൻ നൽകി കാത്തു സൂക്ഷിക്കേണ്ട ഒരു ബന്ധത്തിലേക്കാണ് ഇന്നവർ പ്രവേശിക്കുക. സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു, അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം, അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കാൻ കൊടുക്കണം, അവളും അവനെ യഥോചിതം പരിചരിക്കണം. സ്വന്തം താല്പര്യത്തെക്കാൾ ഉപരിയായി ജീവിത പങ്കാളിയുടെ താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ജീവിതമാണ് വിവാഹ ജീവിതം. ഇന്ന് നമുക്കറിയാം, നമ്മുടെയൊക്കെ പല കുടുംബങ്ങളും ഒത്തിരിയേറെ അസ്വസ്ഥതകളിലും പ്രശ്നങ്ങളിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. സ്വന്തം താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നു. ഇന്നലെ ശാലോം TV ശ്രവിച്ചപ്പോൾ ഇന്നലെ വചനത്തിൽ പറയുകയുണ്ടായി, ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഇന്ന് ഫിലോസഫേഴ്സൊക്കെ പറയുക, സ്വന്തം താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യും, എനിക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കും, എനിക്കിഷ്ടമുള്ള രീതിയിലൂടെ നടക്കും. കാരണം ഒരു ഇൻഡിവിജ്വലിസം, അതായത് സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിത ഒരു കാലഘട്ടമാണ് ഇന്നത്തെ ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ പലപ്പോഴും, കാരണം നമ്മൾ സമൂഹമായിട്ട് ജീവിക്കേണ്ടവരാണ്, കുടുംബമായിട്ട് ജീവിക്കേണ്ടവരാണ്. ജീവിത പങ്കാളിയുടെ താല്പര്യങ്ങൾ അറിയാനും ചോദിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ നമുക്ക് സാധിക്കണം. അതുപോലെ മക്കളുടെ താല്പര്യങ്ങൾ അനുസരിക്കുക, അല്ലെങ്കിൽ മക്കളുടെ ഇഷ്ടമനുസരിക്കുക. ഇങ്ങനെ നമ്മൾ കുടുംബത്തിൽ ഒരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാനായിട്ട് സാധിക്കണം. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ പ്രിയപ്പെട്ട വധൂവരന്മാരും ചെയ്യേണ്ടതും അനുഷ്ഠിക്കേണ്ടതും തന്നെയാണ്. നിങ്ങളുടെ കുടുംബജീവിതം സമാധാനമാകണമെങ്കിൽ, സന്തോഷമാകണമെങ്കിൽ ജീവിത പങ്കാളിയുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം മുൻതൂക്കം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട്, ഇന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു വിളിയാണ്. സന്യാസ ജീവിതത്തിലേക്കും പൗരോഹിത്യ ജീവിതത്തിലേക്കുമൊക്കെ പ്രവേശിക്കുന്നവർ അവരുടേതായ വിളികൾ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ എത്തിച്ചേരുവാനുള്ള ഈ വിളി കുടുംബജീവിതമാണ്. ഈ കുടുംബജീവിതത്തിൻ്റെ കർത്തവ്യങ്ങളും അതിൻ്റേതായ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളുമൊക്കെ
വിജയകരമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാനും അനുഷ്ഠിക്കാനും സാധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ദൈവത്തിൽ എത്തിച്ചേരുകയുള്ളൂ. കുടുംബജീവിതം എന്നത് ദൈവത്തിൽ എത്തിച്ചേരുവാനുള്ള വിളിയാണ്. സന്യാസ ജീവിതവും മറ്റുള്ള പൗരോഹിത്യ ജീവിതവും ഒക്കെ ദൈവത്തിൽ എത്തിച്ചേരുവാനുള്ള വിളിയാണ്. നമ്മുടെയൊക്കെ വിളിയുടെ ലക്ഷ്യം ദൈവത്തിൽ എത്തിച്ചേരുക. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ദൈവത്തിൽ എത്തിച്ചേരുവാനുള്ള വിളി ഈ ജീവിതമാണ്. ഈ വിളിയിൽ ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ നമുക്കറിയാം. കുടുംബജീവിതത്തിൻ്റെതായ പല ദൗത്യങ്ങളുണ്ട്, പല ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റവും വിശ്വസ്തയോടുകൂടെ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായിരിക്കും, നിങ്ങൾ ദൈവത്തിൽ എത്തിച്ചേരും. മൂന്നാമതായിട്ട് ഈ കുടുംബജീവിതം, വിവാഹ ജീവിതം നിങ്ങൾക്ക് നൽകുന്നത് ഒരു വെല്ലുവിളിയുടേതായ ജീവിതമാണ്. കാരണം രണ്ട് വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യസ്തരായ മാതാപിതാക്കളിൽ നിന്ന് ജന്മം പ്രാപിച്ച് ഇന്ന് നിങ്ങൾ ഒരു കുടുംബമായിട്ട് ജീവിക്കാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നതോ നിങ്ങൾ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവനയിലുള്ളതോ ആയിരിക്കുകയില്ല. നിങ്ങൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കാനായിട്ട് പോവുക. തീർച്ചയായിട്ടും ഒത്തിരിയേറെ വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ദൈവം നിങ്ങളെ പരീക്ഷിക്കുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. കുടുംബജീവിതം വെല്ലുവിളിയുടേതായ ജീവിതമാണ്. ഈ വെല്ലുവിളിയുടേതായ ജീവിതം ദൈവത്തോട് ചേർന്ന് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവർ, ഈ വെല്ലുവിളികളൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായിട്ട്, മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാനായിട്ട് സാധിക്കും. അതിലുപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങളിന്ന് ആരംഭിക്കുന്ന ഈ ജീവിതം ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ദൈവത്തോട് കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ആരംഭിക്കാനായിട്ട് സാധിക്കണം. ഇന്ന് കുടുംബജീവിതം പരാജയപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദൈവത്തെ മറന്നുകൊണ്ടുള്ള ജീവിതം നയിക്കുമ്പോൾ അവിടെ മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ള താല്പര്യങ്ങളുമൊക്കെ അവിടെ പ്രാധാന്യം നൽകേണ്ടതായിട്ട് വരും. ദൈവത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട്, കാരണം ഈ ഇന്ന് നിങ്ങൾ ആരംഭിക്കുന്ന ഈ ജീവിതം വരനും വധുവും തമ്മിലുള്ള ജീവിതമാണെങ്കിലും അതിന് മധ്യത്തിൽ ക്രിസ്തുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ്, ക്രിസ്തുവിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥനയുടേതായ ഒരു ജീവിതം നിങ്ങൾ ആരംഭിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ കുടുംബത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹമായിരിക്കും, ഐശ്വര്യപൂർണ്ണമായിരിക്കും. സമാധാനവും സന്തോഷവും വിളയുന്ന ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നൽകാനായിട്ട് സാധിക്കും. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർത്താനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നേരുകയാണ്, നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട പഞ്ഞിക്കാട്ടിലച്ഛന്, ബഹുമാനപ്പെട്ട പാലപുരത്തച്ഛൻ, ഇട്ടിയച്ഛൻ, മഞ്ചാടിയലച്ഛന്, മോബിനച്ഛന്, ബഹുമാനപ്പെട്ട അനേകം വൈദികർ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളെ ആശീർവദിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് വൈദികരുടെ എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഈ അവസരത്തിൽ ഞാൻ നേരുന്നു. ഒപ്പം തന്നെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളും നിങ്ങളുടെ ബന്ധുമിത്രാദികളും ഉപകാരികൾ സ്നേഹിതരായവരൊക്കെയാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ നല്ല തീരുമാനമെടുത്തുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു വിവാഹ ജീവിതം ഏറെ അനുഗ്രഹമായി തീരട്ടെ, ഏറെ ദൈവത്തിൻ്റെ നന്മകളൊക്കെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിർമ്മലയാം സഭ കണ്ടപ്പോ അമ്പിളി തുല്യം ക്രമമായി നിന്നെ അഖിലാധിപന നിൻ പ്രാഗൽഭ്യത്തെ വിധിപോൽ ഭംഗി ഘോഷിച്ചു. ഈ കിരീടങ്ങളും വഹിക്കപ്പെടുന്ന ശിരസുകളും പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധമായ നാമത്തിൽ എന്നേക്കുമായി ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാലിറങ്ങി
മണവാളനയാചാര്യൻ അണിയിക്കും മകുടം രമ്യം. വൈദിക ഇമ്പം നൽകൂ നാഥ. മുടിയാൽ മണവാളനും മണവറയാൽ മണവാട്ടിക്കും. ക്ലീലോബീദേതു മോറാ മെൻസ്മായോ സോയാനോഹേ ലഹസനോയോലേ ക്ലീലോ ദുഃഖനോ സോയേം ബരീസേ. രചിതം മകുടം പാരം രുചിരം. വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാളനയാചാര്യൻ അണിയിക്കും മകുടം രമ്യം. നിത്യവിരുന്നിന്നധിപാ സത്യമണാള വരുമേ. നിന്നോടൊപ്പം ഞങ്ങൾ മോദിച്ചിടും സദതം. കർത്താവ് നിന്നെ നീതിയുടെ കിരീടമണിയിക്കുകയും അനശ്വരതയുടെ അലങ്കാരങ്ങളാൽ വിഭൂഷിതനാക്കുകയും ശത്രുവിൻ്റെ സർവശക്തിക്കുമെതിരായി അജേയമായ ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം. വൈദിക ഇമ്പം നൽകൂ നാഥ. മുടിയാൽ മണവാളനും മണവറയാൽ മണവാട്ടിക്കും. ക്ലീലോബീദേതു മോറാ മെൻസ്മായോ സോയാഹ്നോഹേ ലകൽ സോയോലേ ക്ലീലോ ദകോഹനോ സോ യേംബരീശോ. വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം
രമ്യം. മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോടുപമം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോടുപമം. നീതിയുടെ കിരീടവും അനശ്വരതയുടെ മോഹിനി അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയർപ്പിച്ചുകൊണ്ട് ആയുഷ്കാലമെല്ലാം സന്തോഷിക്കുക നിനക്ക് സംഗതിയാകട്ടെ. ശുഭചിഹ്നം ശ്ലീബാ വിജയക്കൊടി ശ്ലീബാ നമ്മെ രക്ഷിച്ചിടും ശ്ലീബായിൽ പുകഴും മനുഷ്യജീവിതത്തിൽ ഇഷ്ടം തോന്നുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തുഷ്ടനായി നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ തൻ്റെ യഥാർത്ഥ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിനെ മുദ്രയിടട്ടെ. മിശിഹ തൻ്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. കരുണയുള്ള തൻ്റെ വലത്ത് കൈ നിങ്ങളുടെ മേൽ ആവശ്യപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാനദൂതൻ നിങ്ങളോട് ഇരുന്ന് ആകൽക്കർസായുടെ ചതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്നും ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾ സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവീൻ എന്ന് നോഹയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ് നിങ്ങളിൽ വസിക്കട്ടെ. അബ്രഹാം ഇസഹാക്കിനും ഇസഹാക്ക് യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തൻ്റെ പുത്രനായ യൗസേപ്പിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യത്താലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാകട്ടെ. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലയിൽ ഇറങ്ങിയ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിക്കാം. ഏദൻ തോട്ടവിധാതാവേ ദിയാളൻ യുവമണവാളൻ സുഖകരമാം നിന്നുദ്യാന കുളിർതൻ വീശിന്മേ
ശ്രീവായാലവകാശധനം പിഠകളാൽ മുത്തിയുമേകി സ്വർഗീയൻ മണവറത്തിപ്പോ നിന്റെ താവാൻ ക്ഷണമേകി നാളും മാസവുമാണ്ടും ഞാൻ പാപപ്പാഴിരുളിൽ പോക്കി. നിൻ ജീവധ്വനി കേട്ടപ്പോൾ കണ്ണു തെളിഞ്ഞാനന്ദിച്ചേ. മുറിയോറാഹെ കാലൈനോവതാരേ നാഥ നിന്നുടെ ആർദ്രതയേറും വാതിൽ തുറന്നേ യാചന കേട്ടി ആത്മാക്കളുടെ കൃപ ചൊരിയേണമേ. ദേവതനോജാദമ്പതികളെയും ശിരസിൽ ചൂടിയിടും. മകുടങ്ങളെയും വാഴ്ത്തിയിടേണം വലതുകരം നീട്ടി. ദമ്പതികൾ തൻ നാമം ചൊല്ലി ആശിഷേകീണം തേജോലോകത്തിവരുടെ കാലം വാഴ്വാർ നേടേണം. പാവനമാദാശുദ്ധരിവർ തന്നഭ്യർത്ഥനയാലേ വാഴ്ത്തണമേ ജനവിഭവത്തെ എന്നേക്കും. നാഥദാസർ കിന്നരവേണ്ടി സ്തുതി പാടേടരാ ഇവരുടെ വദനമുതിർത്തും ഗാനം വാഴ്ത്തിയിടണമേ. സർവം ശ്രദ്ധിച്ച അഭ്യർത്ഥനെ കൈക്കൊള്ളുന്നോരേ പ്രാർത്ഥന കേട്ടി ആത്മാക്കളിൽ നിൻ കൃപയുണ്ടാകേണം. വിശ്വാസികളെ, ഈ അനുശാസനങ്ങൾ നിങ്ങൾ എല്ലാവരും ആകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. പ്രിയ സഹോദരങ്ങളെ, നാം ഏവരും ദൈവഭവനത്തിൽ സന്നിധരായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ഗുണദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങൾ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിൻ്റെയും സ്ലീബായുടെയും വിശുദ്ധ ഏവങ്കേലിയോൻ്റെയും ഈ സമൂഹത്തിൻ്റെയും മുമ്പാകെയാകുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുവേൻ. മനോഗതങ്ങൾ അറിയാത്തവൻ്റെ അല്ല, അറിയുന്നതിൻ്റെ സന്നിധിയിലത്രേ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ നിങ്ങളെ ഞാൻ അന്യോന്യം ഫലമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാൻ അതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരിലും ചെമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും സമർത്ഥമായി ആവശ്യിക്കുമാറാകട്ടെ.